ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഇറാന് നൽകിയ ഒരു വലിയ മുന്നറിയിപ്പുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ കീഴടങ്ങണം, ഇല്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഒറ്റ രാത്രിയിൽ ഇറാനെ ആക്രമിച്ചു തീർക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്, ഈ രാത്രി നിർണായകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പോസ്റ്റ് ഇട്ടത്. അതായത് ഇറാന്റെ ആയുസ് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ തീരും എന്നു തന്നെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഒപ്പം അറബ് രാജ്യങ്ങളോട് ഇറാൻ ക്ഷമ ചോദിച്ചത് തങ്ങളുടെ നിരന്തരമായ ആക്രമണങ്ങളെ തുടർന്നാണെന്നും അത് ഭയന്ന് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന അറബ് രാജ്യങ്ങളിലേക്ക് ഇനി ഇറാൻ ആക്രമിക്കില്ല എന്നുമൊക്കെ ട്രംപ് വീരവാദം മുഴക്കിയിരുന്നു. അത് പ്രതീക്ഷിച്ച് ഇന്നലെ രാത്രി സകലരും ചാനലുകളിലും വാർത്താ ഏജൻസികളിലും ഒക്കെ ഉറ്റുനോക്കിയിരുന്നു ഇറാനിലേക്ക് ഏത് വിധത്തിലുള്ള വലിയ ആക്രമണമാണ് അമേരിക്ക നടത്താൻ പോകുന്നത്, ഏത് വിധത്തിലാണ് ഈ രാത്രി അമേരിക്ക ഇറാനെ തീർത്ത് അവിടുത്തെ ഭരണം പിടിക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ നേരം പുലർത്തപ്പോൾ വന്ന വാർത്ത അമേരിക്കയുടെ 21 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതും തൻ്റെ വിജയമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇനി ആക്രമണങ്ങൾ നടത്തില്ല എന്ന് ഇറാൻ ഭയപ്പെട്ട് സമ്മതിച്ചു എന്ന വാദം തെറ്റിച്ചുകൊണ്ട് ഇറാൻ അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിലാണ് ഈ മരണസംഖ്യ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇറാൻ തന്ത്രപരമായ ഒരു നയതന്ത്ര നീക്കമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അറബ് രാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുകയും ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചത് ജോർദാൻ ഉൾപ്പെടുന്ന 9ഓളം അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമായി, അവിടേക്ക് ഇനി ആക്രമണം ഉണ്ടാകില്ല എന്നാണ് ഇറാൻ പറഞ്ഞത് എന്നാണ് ട്രംപ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത്. പക്ഷേ ഇറാൻ പറഞ്ഞത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം ഉണ്ടാകില്ല, പക്ഷെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ തുടരും എന്നായിരുന്നോ എന്നാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. വാർത്ത നോക്കുക, ചിത്രങ്ങൾ സഹിതം വന്നിരിക്കുന്ന വാർത്ത. മനാമ, ബഹ്റൈനിലെ മനാമയിലുള്ള US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി എന്ന് ഇറാൻ. ആക്രമണത്തിൽ 21 US സൈനികർ കൊല്ലപ്പെട്ടതായി ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് നൽകിയ മറുപടിയാണ് ഈ ആക്രമണമെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണത്തിൽ കപ്പൽപ്പടയുടെ ആസ്ഥാനത്തെ റഡാർ സംവിധാനങ്ങൾ, കെട്ടിടങ്ങൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾ എന്നിവ തകർന്നതായി ഇറാൻ അറിയിച്ചു. എന്നാൽ സൈനികരെല്ലാവരും ബങ്കറുകളിലായിരുന്നുവെന്നും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുമാണ് US-ന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. അല്ലെങ്കിലും തങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി, തങ്ങളുടെ ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടു എന്നൊന്നും അമേരിക്ക സ്ഥിരീകരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി അത്തരം മരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നതെങ്കിലും ഇറാൻ അത് കൃത്യമായി തന്നെ പറയുന്നു, ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന്. അതോടൊപ്പം റഡാർ സംവിധാനങ്ങൾ കൃത്യമായി തകർത്തിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നുണ്ട്. അത് അമേരിക്ക നിഷേധിച്ചതായി വാർത്ത വരുന്നില്ല. അതായത് അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ശത്രുവിൻ്റെ ആക്രമണങ്ങൾ തിരിച്ചറിയാനും അതിനെ ചെറുക്കാനും ഒക്കെയുള്ള അമേരിക്കയുടെ സകല പ്രധാനപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളും തകർക്കുക എന്ന നയമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. മുമ്പ് അറബ് രാജ്യങ്ങളിലെ ജനവാസ മേഖലകളിലേക്കൊക്കെ പല ആക്രമണങ്ങളും ഇറാൻ നടത്തിയതായി വാർത്തകൾ വന്നിരുന്നു. പലതും നടത്തിയത് തങ്ങളല്ല എന്ന് ഇറാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അത് മൊസാദിൻ്റെ ഉൾപ്പെടെയുള്ള പണിയാണോ എന്ന സംശയങ്ങൾ ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷഷ്കിയാൻ ഒരു ആക്രമണം ഇനി അറബ് രാജ്യങ്ങളിലേക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അമേരിക്ക കരുതിയത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നുകൂടി അതിനർത്ഥമുണ്ട് എന്നായിരുന്നുവെങ്കിൽ, അങ്ങനെയാണ് അമേരിക്ക കരുതിയതെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് വ്യക്തമായി മറുപടിയിലൂടെ പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ആക്രമണത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ. അതായത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നത് തുടരും എന്നായിരിക്കും ഇറാൻ കരുതുന്നത്, അല്ലെങ്കിൽ ഇറാൻ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതേപോലെ തന്നെ ഇറാൻ വലിയൊരു വെല്ലുവിളി ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇന്നലെ പറഞ്ഞത്, ട്രംപ് ഇന്നലെ പറഞ്ഞത്, ഇറാൻ ഒരു തോറ്റ രാജ്യമായി മാറിയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കീഴടങ്ങുകയല്ലാതെ
ഇറാന് മുന്നിൽ വേറെ വഴികളില്ല. ഇറാൻ പരാജയപ്പെട്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇറാൻ ശ്രമിച്ചതാണ് അവരുടെ പരാജയത്തിന് കാരണം. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾ ഇറാനെ വല്ലാതെ ഭയപ്പെടുത്തി. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ക്ഷമാപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ ഇനി അതിവേഗം കീഴടക്കുക, ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പരാജയപ്പെട്ടവരുടെ രാജ്യമായി അല്ലെങ്കിൽ പരാജയപ്പെട്ടവരായി ഇറാൻ മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് ഇന്നലെ വൈകിട്ട് 4:49 ട്രൂത്ത് സോഷ്യലിൽ ഇട്ട പോസ്റ്റിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇറാൻ അതിനൊക്കെ ശക്തമായ തിരിച്ചടി കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കുക, ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. US-നെയും ഇസ്രായേലിനെയും ചുരുങ്ങിയത് 6 മാസം നേരിടാനുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്ന് IRGC പറഞ്ഞിരിക്കുകയാണ്. അതായത് യുദ്ധം 9ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇറാൻ മുട്ടുമടക്കും അല്ലെങ്കിൽ ഇറാൻ കീഴടങ്ങും എന്നുള്ള ഒരു പ്രത്യാശയും ആർക്കും വേണ്ട. അമേരിക്കൻ പ്രസിഡന്റ് കീഴടങ്ങണമെന്ന് ഇറാനോട് പറഞ്ഞതിനെ ഇറാൻ പുച്ഛിച്ച് തള്ളുന്നു എന്ന് തന്നെയാണ് അവർ നൽകിയ മറുപടിയിൽ പറയുന്നത്. US-നെയും ഇസ്രായേലിനെയും ചുരുങ്ങിയത് 6 മാസത്തോളം പ്രതിരോധിക്കാനും കനത്ത യുദ്ധം നടത്താനുമുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്ന് റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കിയിരിക്കുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം 9ാം ദിവസവും അയവില്ലാതെ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. നിലവിൽ യുദ്ധം ചെയ്യുന്ന രീതിയിൽ ഇറാന്റെ സായുധ സേനയ്ക്ക് ഇസ്രായേലിനെതിരെയും പോരാടാൻ കഴിയുമെന്ന് റവല്യൂഷണറി ഗാർഡ്സ് വക്താവ് അലി മുഹമ്മദ് നൈനി വ്യക്തമാക്കിയതായി ഫാഴ്സ് വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ മേഖലയിലുള്ള US-ന്റെയും ഇസ്രായേലിന്റെയും സൈനിക താവളങ്ങളും കേന്ദ്രങ്ങളും ഉൾപ്പെടെ 200ഓളം ഇടങ്ങൾ ലക്ഷ്യമിടാൻ കഴിഞ്ഞുവെന്നും നൈനിയെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഇറാനെതിരെ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തി. ഇപ്പോൾ ഇറാന്റെ ഒരു വലിയ 3 എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അപ്പോൾ ആ എണ്ണ സംഭരണികളിൽ നിന്ന് വലിയ ചോർച്ച ഉണ്ടാകുന്നു. നഗരത്തിലേക്ക് ഈ ഓടകൾ വഴി ഈ എണ്ണ ഒഴുകുന്നു. അതിൽ വ്യാപകമായിട്ട് തീ പിടിക്കുന്നു. അത് ഇറാനിലെ പല നഗരങ്ങളിലേക്കും വ്യാപിക്കുന്നു. അങ്ങനെ ഇറാൻ വലിയ നാശത്തിലേക്ക് പോവുകയാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു പുതിയ അവകാശവാദം ഉയർത്തിയത്. അത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ സ്ഥിരീകരിച്ച വാർത്തയുമാണ്. പക്ഷേ അപ്പോഴും അതിശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന നിലപാടിൽ ഇറാൻ നിൽക്കുമ്പോൾ അമേരിക്കയുടെ ഇറാൻ കീഴടക്കൽ സ്വപ്നത്തിന് ഇനിയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും. നോക്കുക, 6 മാസം ഈ യുദ്ധം ചെയ്യാനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഇറാൻ പറയുമ്പോൾ ഈ യുദ്ധവും ഉക്രൈൻ റഷ്യ യുദ്ധം പോലെ വർഷങ്ങളോളം നീണ്ടു പോകുമോ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഉയരുന്ന സംശയം. ഇവിടെ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഒക്കെ കണക്കുകൂട്ടലുകൾ മുഴുവനായി പിഴച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം പല ദേശീയ മാധ്യമങ്ങളിലും വന്നൊരു വാർത്തയാണ്. അതിൻ്റെ മലയാളം വാർത്ത മീഡിയ വണിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ടൊന്ന് നോക്കുക. ഇസ്രായേലിന് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ലേ എന്ന തരത്തിലുള്ള പല സംശയങ്ങളും, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ലേ എന്ന തരത്തിൽ പലരും പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേലിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന, അതിലേക്ക് ഒരു സൂചന എന്ന നിലയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മീഡിയ വൺ കൊടുത്തിരിക്കുന്നത്. നോക്കുക, പുറത്തറിയുന്നതല്ല ഇസ്രായേലിലെ സ്ഥിതി, ബങ്കറുകളിൽ പോലും മനുഷ്യർ മരിച്ചു വീഴുന്നു. വെളിപ്പെടുത്തലുമായി ഇസ്രായേലിൽ നിന്ന് മടങ്ങിയെത്തിയ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ. ബങ്കറുകൾക്കുള്ളിൽ പോലും ആളുകൾ മരിച്ചു വീഴുന്നത് താൻ നേരിട്ട് കണ്ടു എന്ന് ബ്രജ്മോഹൻ സിംഗ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മീഡിയ വൺ ഈ വാർത്ത കൊടുക്കുന്നത്. നോക്കൂ, ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന കടുത്ത വാർത്താ നിയന്ത്രണങ്ങളെയും സെൻസർഷിപ്പിനെയും കുറിച്ച് വെളിപ്പെടുത്തലുകളുമായി ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ ബ്രജ്മോഹൻ സിംഗ്. പുറത്തറിയുന്നതല്ല ഇസ്രായേലിലെ സ്ഥിതി, ബങ്കറുകളിൽ പോലും മനുഷ്യർ മരിച്ചു വീഴുന്നു, മരണസംഖ്യയും നഷ്ടങ്ങളും സർക്കാർ മറച്ചുവെക്കുകയാണ്. ബ്രജ്മോഹൻ സിംഗ് അക്കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുശേഷം യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് വിരുദ്ധമായ വാർത്തകൾ പുറത്തുവിടുന്നത് അസാധ്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇസ്രായേലിലെ വാർത്താ ഏജൻസികൾക്കും വിദേശ മാധ്യമ പ്രവർത്തകർക്കും മേൽ സൈനിക സെൻസർമാർ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് സൈന്യത്തിന്റെ അനുമതി വാങ്ങേണ്ടി വരുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് പല പ്രധാന വിവരങ്ങളും വെട്ടിമാറ്റുന്നുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സത്യസന്ധമായ വിവരങ്ങൾ ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്നവർ ഭീഷണിയും നിരീക്ഷണവുമാണ് നേരിടുന്നത്. അധിനിവേശ പ്രദേശങ്ങളിലെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ എത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനോ വിവരങ്ങൾ ശേഖരിക്കാനോ അനുവാദമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇത്തരം നിയന്ത്രണങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമാണെന്നും വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടാണ് പുറംലോകത്തേക്ക് എത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇനി നോക്കുക ബാക്കി. ആശുപത്രികൾ സന്ദർശിക്കാനോ മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താനോ മാധ്യമ പ്രവർത്തകർക്ക് അനുവാദമില്ല. മിസൈലുകൾ പതിച്ച ലൊക്കേഷൻ പോലും അധികൃതർ രഹസ്യമായി വെക്കുകയാണ്. 4 വീടുകൾ തകർന്ന് ഒട്ടേറെ പേർ മരിച്ച സ്ഥലത്ത് പോലും ഒരാൾ മാത്രമാണ് മരിച്ചതെന്ന രീതിയിലാണ് സർക്കാർ കണക്കുകൾ പുറത്തുവിടുന്നതെന്ന് അദ്ദേഹം
അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയത്തെക്കുറിച്ചും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. 100 അടി താഴ്ചയുള്ള ബങ്കറുകൾ സുരക്ഷിതമാണെന്ന സർക്കാർ വാദം തെറ്റാണെന്നും അത്തരം ബങ്കറുകൾക്കുള്ളിൽ പോലും ആളുകൾ മരിച്ചു വീഴുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും ഇറാനിയൻ മിസൈലുകൾ പതിക്കുന്നതിന് മുൻപ് അപകട മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ പോലും മുഴങ്ങാറില്ല. സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പോലും അപ്രതീക്ഷിതമായി ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. യുദ്ധഭൂമിയിലെ യഥാർത്ഥ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ ഭരണകൂടം കർശനമായി നിയന്ത്രിക്കുകയാണ്. വസ്തുതകൾ ലോകത്തിന് മുന്നിൽ എത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. തെലവീവിലെ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമാണ് എന്നും മൻമോഹൻ സിംഗ് വ്യക്തമാക്കി എന്നാണ് വാർത്ത. ഇത് ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും ഈ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ഈ ബ്രിജ്മോഹൻ സിംഗ് എന്ന് പറയുന്ന ആൾ യൂട്യൂബിലും ഇത് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. അപ്പോൾ നോക്കുക, ഇസ്രായേലിൽ ഒന്നും സംഭവിക്കുന്നില്ല, അവിടെ സുരക്ഷിതമാണ്, അവിടെ ആക്രമണങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക. അപ്പോഴും ഞാൻ പറയുന്നു, ഇസ്രായേൽ നമ്മുടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. അല്ലെങ്കിലും ഒരു യുദ്ധത്തിലും എവിടെയും സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് നീതീകരിക്കാനാകില്ല. അങ്ങനെ ഒരു യുദ്ധമേ ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നിലപാട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ്. ട്രംപിൻ്റെ വ്യക്തമായ ഇരട്ടത്താപ്പും നമ്മളിവിടെ കാണുന്നുണ്ട്. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനൊക്കെ നടത്തിയപ്പോൾ പറഞ്ഞത് ഈ ലോകത്ത് യുദ്ധം മുഴുവൻ നിർത്താൻ പോകുന്ന ആളാണ് താൻ അധികാരത്തിൽ വന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നിർത്തും, യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തും, അമേരിക്കയുടെ പ്രതിരോധ മേഖല വലിയ പ്രതിസന്ധിയിലാണ്, യുക്രൈനെയും ഇസ്രായേലിനെയും ഒക്കെ കൈയച്ച് സഹായിച്ച് ഇവിടുത്തെ പ്രതിരോധ മേഖല തകർന്നിരിക്കുകയാണെന്നൊക്കെ ജോ ബൈഡനെ കുറ്റപ്പെടുത്തി അതേ ട്രംപാണ് അധികാരത്തിലേറി നൊബേൽ സമ്മാനത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷെ അത് കിട്ടിയില്ല. അതിനുശേഷം തനി സ്വഭാവം പുറത്തു കാണിക്കുന്ന വിധത്തിൽ എല്ലാ യുദ്ധത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു പുതിയ യുദ്ധമുഖം തുറന്ന് പശ്ചിമേഷ്യയെ മുഴുവൻ ആപത്ഘട്ടത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിലേക്ക് കൂടി ട്രംപ് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇസ്രായേലിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ എത്രത്തോളം തീവ്രമാണ്, അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളമാണ്, അവിടെ ആളുകൾ മരിക്കുന്നതിൻ്റെ എണ്ണം വളരെ കുറച്ചാണ് കാണിക്കുന്നത് തുടങ്ങിയ വെളിപ്പെടുത്തലുകൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു വാദവും ഒരു വശത്ത് വരുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇറാൻ പരിപൂർണമായി തകർന്നു, ഇറാൻ വരിഞ്ഞു കെട്ടപ്പെട്ടു, ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ ഉടൻ അമേരിക്ക ഏറ്റെടുക്കും തുടങ്ങിയ വാദങ്ങളൊക്കെ ബാലിശമായി പോവുകയാണ്. ഇത് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇറാന്റെ കരുത്ത് എന്ന നിലയിലേക്ക്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ച 9 ദിവസമായി അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ പ്രതിസന്ധിയൊക്കെ രൂക്ഷമാകാൻ പോകുന്നൊരു സമയത്ത് ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഇറാനെ ഇപ്പോൾ തകർക്കും തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പൽ പോലും കടത്തിവിടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അമേരിക്ക പറയുന്നത് ഞങ്ങൾ വലിയ സുരക്ഷ കൊടുക്കും കപ്പലുകൾക്കെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. എന്ന് മാത്രമല്ല, ആദ്യം പരിമിതമായ ആക്രമണത്തിലൂടെ ഇറാനെ വരുതിയിലാക്കുമെന്ന് പറഞ്ഞ ട്രംപ് അത് 4 ആഴ്ചയാക്കി, ഇപ്പോൾ 8 ആഴ്ചയാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഒരു ഘട്ടത്തിൽ അതിവേഗത്തിൽ ഈ യുദ്ധം തീരും എന്നായിരുന്നു. പക്ഷേ ആ കണക്കുകൂട്ടലുകളൊക്കെ പാളുകയാണ്. ഇറാന്റെ ശക്തമായ പ്രതിരോധവും തിരിച്ചടിയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്തു ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. വലിയ തോതിലുള്ള സമ്മർദ്ദം അവർക്ക് മേൽ ശക്തമാകുന്നു. അതോടൊപ്പം അവർക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്.